നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. തന്മുറിവിൻ രക്തനീർ ഞാൻ കണ്ടതിനു ശേഷം വീണ്ടെടുപ്പിൻ സ്നേഹം താനെൻ ചിന്ത ഇന്നും എന്നും. വീണ്ടെടുപ്പിൻ സ്നേഹം താനെൻ ചിന്ത ഇന്നും എന്നും. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ദിക്കുള്ള എൻ്റെ ഈ നാവ് ശവക്കുഴിക്കുള്ളിൽ മൗനം എന്നാൽ എന്നാത്മാവ് പാടും ഉന്നതത്തിൽ. മൗനം എന്നാൽ എന്നാത്മാവ് പാടും ഉന്നതത്തിൽ. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പാപത്തിന് ശിക്ഷയുണ്ട്, തീർച്ചയായും ശിക്ഷയുണ്ട്. പാപി ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. കുറ്റവാളിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. ശരീരത്തിൽ രോഗമായി പാപം നമ്മെ കണ്ടെത്തും. മനസാക്ഷിയിൽ മാനസിക വൈകൃതങ്ങൾ ഉളവാക്കിക്കൊണ്ട് പാപം നമ്മെ കണ്ടെത്തും. അനന്തര തലമുറകളിൽ പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മക്കളും മക്കളുടെ മക്കളും നാം ചെയ്യുന്ന പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിത്യതയിൽ മരണാനന്തര ജീവിതത്തിൽ ന്യായവിസ്താര രംഗത്ത് ന്യായാധിപതികളുടെ ന്യായാധിപതിയായ കർത്താവായ യേശുക്രിസ്തു ന്യായവിസ്താരത്തിനിരിക്കുമ്പോൾ നാം ശിക്ഷാവിധിയിൽ അകപ്പെടും, നാം ശിക്ഷിക്കപ്പെടും. എന്നാൽ മോചനത്തിനൊരു വഴിയുണ്ട്, രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഇപ്പോൾ
ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സഹോദരങ്ങളെ, നമ്മുടെ കരുണയുള്ള കർത്താവ് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു. കരുണയുള്ള കർത്താവ് നാം ഏൽക്കേണ്ട യാതനയും വേദനയും അവിടുന്ന് ഏറ്റെടുത്തു. അവിടുന്ന് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടവനല്ല. നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് വെല്ലുവിളിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പാപം തീണ്ടാത്തവനായ ദൈവപുത്രൻ നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ചോദിക്കത്തക്കവണ്ണം നല്ല പ്രാഗൽഭ്യത്തോടെ നിഷ്പാപപൂർണനായി ജീവിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് പാപികളായ നമ്മുടെ പാപഭാരം മുഴുവൻ അവിടുന്ന് ഏറ്റെടുത്തു. അവിടുന്ന് നാം ഏൽക്കേണ്ട ശിക്ഷ വഹിച്ചു, ക്രൂശിൽ മരിച്ചു. നാം പ്രാർത്ഥനകളിൽ അത് ധ്യാനിക്കുന്നുണ്ട്. പിതാക്കന്മാർ ക്യന്ത നമസ്കാരത്തിൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വലിയ മഹത്തായ ആശയം പ്രതിഫലിപ്പിക്കുന്ന സുന്ദരമായൊരു ഗീതം ചൊല്ലുന്നുണ്ട്. എന്താണെന്നോ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പാതാളത്തിൽ മൃതരായി മരിച്ചവരായി കിടക്കുന്നവരുടെ ഇടയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നു. അവരുടെ ഇടയിൽ യേശു ക്രിസ്തു അങ്ങനെ നോക്കി 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 ഒരാളെ തേടി തേടി ചെല്ലുകയാണ്. യേശു ക്രിസ്തു ആദാമിനെ കണ്ടെത്തി. മരിച്ച് മൺമറഞ്ഞുപോയ ആദാം അവിടെ പാതാളത്തിൽ കിടക്കുന്നത് യേശു കണ്ടു. ആദാമിനെ വിളിച്ചു, ആദാമിനെ ഉണർത്തി. യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ ആദാമിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഖേദിക്കേണ്ട, നിൻ പാപത്തെയോർത്ത് ഇനിയും നീ ഇനിയും നിൻ്റെ പാപത്തെയോർത്ത് ദുഃഖിക്കേണ്ട. കാരണം നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടു അടികൾ. ഏതൻ കനി നീ തിന്നതിനാൽ ഞാൻ കയ്പ് കുടിച്ചു, ഞാൻ കയ്പ് കാടി കുടിച്ചു. ഏതൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട കനി നീ തിന്നു, ഞാനോ അതിന് പകരമായി, അതിന് ശിക്ഷയായി ഞാൻ ക്രൂശിന്മേൽ കയ്പ് കുടിച്ചു. നഗ്നതയാൽ നീ കാട്ടത്തീലകൾ കൂട്ടിത്തുന്നി ഏതൻ തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്നു. എന്നാൽ ഞാനോ നിന്റെ നഗ്നത മറയ്ക്കാൻ, നിന്റെ നിത്യലജ്ജ മാറ്റാൻ ഞാനിതാ ക്രൂശിന്മേൽ നഗ്നനായി കിടന്നു. ഞാൻ ചിന്തിയ രക്തത്താൽ പിതാവായ ദൈവത്തിന് പാപത്തോടുള്ള കോപം മാറി. ശിക്ഷ ഞാൻ ഏറ്റു, ശിക്ഷ ഞാൻ വഹിച്ചു. അതുകൊണ്ട് പാപത്തോടും പാപിയോടുമുള്ള ദൈവത്തിൻ്റെ കോപം മാറി ശിക്ഷയിൽ നിന്ന് ആദാമേ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. പിതാക്കന്മാർ അങ്ങനെ പാടുന്നു. നിങ്ങളിൽ ചിലരത് വായിച്ചിട്ടുണ്ടാകും, അല്ല പാടിയിട്ടുണ്ടാകും, അല്ല ധ്യാനിച്ചിട്ടുണ്ടാകും. നമുക്ക് ഈ നിമിഷം ആ ഗാനം ഒന്ന് ധ്യാനിക്കാം. നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട, നിൻ പാപത്തെയോർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേൻ ഞാൻ. നഗ്നതയാൽ നീലകൾ ചാർത്തി, നഗ്നതയോ എന്നെ അവർ തൂക്കി. ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. മോദിക്യ വിശുദ്ധ സഭേ നമ്മുടെ നാഥൻ, മൂന്നാം നാളിൽ ജീവിച്ച കബറീന്നെഴുന്നേറ്റാൻ. അല്ലയോ ദൈവജനമേ, നിങ്ങൾ മോദിപ്പീനെന്നാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയെ നീ മോദിപ്പീൻ, നീ ആനന്ദിപ്പീൻ. നാഥൻ മൃതരുടെ ഇടയിൽ ആദാമിനെ ഉറപ്പിച്ചു, ഖേദിക്കേണ്ട, നിൻ പാപത്തെയോർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ അടികൾ കൊണ്ടു. ഏതൻ കനി തിന്നതിനാൽ ഞാൻ കയ്പ് കാടി കുടിച്ചു. നഗ്നതയാ നീ ഇലക ചാർത്തി, നഗ്നതയോടെ എന്നെ അവർ ക്രൂശിന്മേൽ തൂക്കി. ഞാൻ ചിന്തിയ രക്തത്താൽ പിതാവിൻ്റെ കോപം, മനുഷ്യനോടുള്ള കോപം മാറി, പാപം ചെയ്തവരോടുള്ള കോപം മാറി. ഖേദിക്കേണ്ട, നിൻ പാപത്തെയോർത്തിനിയും ദൈവജനമേ, ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ധ്യാനിപ്പീൻ. നിങ്ങളോട് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഖേദിക്കേണ്ട, നിൻ പാപത്തെയോർത്തിനിയും നീ ഇനിയും നിരാശപ്പെടേണ്ട. പാപം വന്നുപോയല്ലോ, അയ്യോ അരുതാത്തത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ. ഒരിക്കലും സംഭവിക്കരുതാത്തത് ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനം എടുത്തിരുന്നത് എൻ്റെ ജീവിതത്തിൽ ലംഘിച്ചിട്ട് പാപം വന്നുപോയല്ലോ, ഒരിക്കലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ദൈവമേ, ഞാനതാ പാപത്തിൽ ബന്ധിക്കപ്പെട്ടു പോയല്ലോ.
സാത്താനെ കുരുക്കിലിട്ടല്ലോ, സാത്താനെ ബന്ധിച്ചു പോയല്ലോ, സാത്താന്റെ സ്വാതന്ത്ര്യം ഹനിച്ചു കളഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, പാപം എന്നെ ബന്ധിച്ചല്ലോ. ദൈവസന്നിധിയിൽ ദൈവജനമേ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കരയുമെങ്കിൽ അനുതാപികളിൽ കരുണ കാണിക്കുന്ന ദൈവം, അനുദപിക്കുന്ന പാപികൾക്ക് മോചനം തരുന്ന ദൈവം, ആനന്ദ ഐശ്വര്യം എഴുന്ന മാസങ്ങളും അബ്ദങ്ങളും തരുന്ന ദൈവം ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം തരും, നിങ്ങൾക്ക് പാപമോചനം തരും, നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരും. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത കൃപ നിങ്ങളുടെ മേൽ പറന്നിറങ്ങും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാകുന്ന വെള്ളപ്രാവ് ഇപ്പോൾ ഇതാ വട്ടമിട്ട് പറന്നുകൊണ്ട് നിങ്ങളുടെ തലയ്ക്ക് മീതെ ചുറ്റി ചുറ്റി പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രാവ് നിങ്ങളുടെ തലമേലൊന്ന് പറന്നിരിക്കട്ടെ. മകനെ, നിന്റെ തലമേൽ ഈ വെള്ളപ്രാവ് ഒന്നിരിക്കട്ടെ. ആ വെള്ളപ്രാവിനിരിക്കാൻ നിന്റെ തലയിൽ നീ ഇടം കൊടുക്കൂ. ദൈവ പൈതലേ, നിന്റെ തലമേൽ, നിന്റെ ശിരസിന്മേൽ ഈ പ്രാവ് ഇരുന്നിട്ട് പരിശുദ്ധാത്മാവാകുന്ന ആ വെള്ളപ്രാവ് നിന്റെ തലച്ചോറിലൂടെ ചൂഴ്ന്നിറങ്ങി നിന്റെ ചങ്കിലേക്ക് ഇറങ്ങി ചങ്കിൽ ആവസിക്കട്ടെ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പൊരിഞ്ഞി ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ ശക്തിയാൽ, അത്ഭുത കൃപയാൽ പാപച്ചേറുകൾ കഴുകപ്പെടട്ടെ, പാപക്കറകൾ മോചിതമാകട്ടെ, പാപത്തിന്റെ സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അത്ഭുത കൃപയല്ലയോ നിങ്ങളെ സമീപിക്കുന്നത്? ദൈവത്തിന്റെ അത്ഭുത വചനമല്ലയോ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നത്? ദൈവത്തിന്റെ അത്ഭുത വചനമല്ലയോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റൊലിക്കൊള്ളുന്നത്? പാപത്തിൽ വീണുപോയ മനുഷ്യ, പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യ, നീ ഇനിയും ഖേദിക്കേണ്ട. നിന്റെ പാപത്തിന് മോചനം തരുവാൻ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. പാപിക്ക് പാപത്തിന്റെ പരിഹാരം തരുവാനായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. പാപമില്ലാത്തവൻ, പാപം എന്ത് എന്ന് അറിയാത്തവൻ, നിങ്ങൾ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് വെല്ലുവിളിച്ചവൻ, അവിടുന്ന് പാപിയുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാനായി ക്രൂശിൽ ശിക്ഷയേറ്റ് അവിടുന്ന് പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. വിശ്വസിപ്പീൻ ദൈവജനമേ, കാണുവീൻ ദൈവസ്നേഹത്തെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നു. മകനെ, നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. മകളെ, നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നു. സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശു അവിടുന്ന് ശിക്ഷ മുഴുവൻ ഏറ്റു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, ഘാതകനായ യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്യും. ലോകത്തിലെ മഹാന്മാരെ വധിച്ച, അവരെ മരണത്തിന് ഏൽപ്പിച്ച ഘാതകന്മാർക്കെല്ലാം അവരിൽ കുറ്റം പറയാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാത്മജിയെ വധിച്ച ഗോഡ്സെ മഹാത്മജിയെക്കുറിച്ച് ചില തെറ്റുകളെങ്കിലും പറഞ്ഞുകൊണ്ടാണ് കൊന്നത്. ജോൺ എഫ് കെന്നഡിയെ വധിച്ച ഓസ്വാൾഡ് ജോൺ എഫ് കെന്നഡിയെക്കുറിച്ച് ചില തെറ്റുകളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എബ്രഹാം ലിങ്കണെ വധിച്ച ബൂത്ത് എബ്രഹാം ലിങ്കണെക്കുറിച്ച് ചില തെറ്റുകളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ വധിക്കുന്നതിന് ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പാപമില്ലാത്തവനാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ശതാധിപൻ പറഞ്ഞു, യോ നീതിമാനായിരുന്നു സത്യം, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു സത്യം. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ പറഞ്ഞു, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. കർത്താവായ യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യ വിഷയമാക്കിയവര്, ലോകത്തിൻ്റെ ജനതതി ഇതാ തലമുറകൾ തലമുറകളായി ക്രൂസിലെ മഹാത്ഭുതം കണ്ടിട്ട് ഉള്ളം പ്രകമ്പനെ കൊണ്ടുകൊണ്ട് ഉൾത്തുടുപ്പോടെ പറഞ്ഞു, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധനെന്ന്. ദൈവത്തിന് സ്തോത്രം. ലോകചരിത്രത്തിലെ വിധിന്യായങ്ങളിൽ ഏറ്റവും വലിയ വിരോധാഭാസമാണ് പീലാത്തോസിൻ്റെ വിധിന്യായം. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ച പീലാത്തോസിൻ്റെ ജഡ്ജ്മെൻ്റ് എന്താണ്? 3 പ്രാവശ്യം ജഡ്ജ്മെൻ്റ്. എന്താണ് വിധി? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങളവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത ദൈവപുത്രൻ എന്തിനു വേണ്ടി ക്രൂസിൽ അർപ്പിക്കപ്പെട്ടു? നമ്മുടെ പാപം മാറ്റാൻ, നമ്മുടെ ശിക്ഷ ഒഴിവാക്കാൻ. പിതാക്കന്മാർ പാടി, ക്രോവേസപ്പീകതൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേ വോണോനെ
മരണത്താൻ മൃദീവ തന്നടിമയിൽ നിന്നേറ്റിടുവാൻ മെയ്യെ ദിയവീരോസ്തോത്രം. ആദമ്യരായ നമ്മെ മൃതിയുടെ അടിമത്തത്തിൽ നിന്ന് ഏറ്റിടുവാൻ, ഉദ്ധരിക്കുവാൻ, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഏറ്റിടുവാൻ, ഉദ്ധരിപ്പാൻ, മൃതി, സാത്താൻ എന്നിവരുടെ അടിമത്തിൽ നിന്ന് ഏറ്റിടുവാൻ മെയ്യേന്തിയ വീരനാം ദൈവമേ, ശരീരമെടുത്ത വീരനാം ദൈവമേ, നിനക്ക് സ്തോത്രം എന്ന് പിതാക്കന്മാർ പാടി നാം ഏറ്റുപാടുന്നു. സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുന്നു, മോറാനേശുമിശിഹ നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു നിങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവജനമേ, യേശുക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ, ആ ക്രൂശിത മരണം, കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുമ്പോൾ, അതിനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാത്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യം എന്താണ്? നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയാണ്, പഴയ സ്വഭാവങ്ങൾ ക്രൂശിക്കപ്പെടുകയാണ്, പഴയ ജഡപ്രകൃതി ക്രൂശിക്കപ്പെടുകയാണ്, പഴയ കോപവും പഴയ കലഹവും ക്രൂശിക്കപ്പെടുകയാണ്, പഴയ മദ്യപാനവും പഴയ വേശ്യാസംഗവും പഴയ ബലാത്സംഗങ്ങളും പഴയ മനപ്പീഡകളും അതെല്ലാം ക്രൂശിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ കൊള്ളകളും പഴയ കവർച്ചകളും പല ക്രൂരപ്രവൃത്തികളും എല്ലാം ക്രൂശിക്കപ്പെടുകയാണ്, എല്ലാം ക്രൂശിൽ അർപ്പണം ചെയ്യപ്പെടുകയാണ്. എന്നിട്ടോ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേൽപ്പിൻ ജീവൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതാണ് ജീവനുള്ള ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. എന്താണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 17-ാം വാക്യം മുതൽ ഇപ്രകാരം നാം കാണുന്നു: ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു, എന്നാൽ ഇപ്പോൾ നീതിയായ ക്രിസ്തുവിന് നിങ്ങൾ അടിമകളായി തീർന്നു. ഇതുവരെയും പാപത്തിന് അടിമകളായിരുന്നു, എന്നാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ ക്രിസ്തുവിന് അടിമകളായി തീരുകയാണ്. സഹോദരങ്ങളെ, അതൊരു മധുരതരമായ അടിമത്വമാണ്, അത് വളരെ സന്തോഷകരമായൊരു അടിമത്വമാണ്, അത് വളരെ ഹൃദ്യമായൊരു അടിമത്വമാണ്. യേശുവിൻ്റെ അടിമയായി തീരുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട് മനോഹരമായ ഒരു കഥ. അത് അടിമ വ്യവസായം നിലവിലിരുന്ന കാലത്താണ്. അടിമ വ്യവസായം നിലവിലിരുന്ന കാലത്ത് അടിമകൾ, അവരെ നാം ഇന്ന് കന്നുകാലി ചന്തകളിൽ കന്നുകാലിയെ കൊണ്ടുപോയി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ മനുഷ്യരെ അടിമകളായി കൂട്ടമായി അടിച്ചുകൊണ്ടുപോയി അവരെ മനുഷ്യരെ അടിമ ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അടിമ വ്യവസായം നിലവിലിരുന്ന കാലം. സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചതെന്നോ? ഒരു വീട്ടിൽ ഒരു യജമാനന് അടിമയുണ്ടായിരുന്നു. ആ ആയ മനുഷ്യന് ഭാര്യയും അടിമ. ആ മനുഷ്യനൊരു കുഞ്ഞുണ്ടായി. അടിമയ്ക്കും അടിമയുടെ ഭാര്യയ്ക്കും അവർക്കുണ്ടായ കുഞ്ഞും ആ കുഞ്ഞും അടിമ. അങ്ങനെ 3 അടിമകൾ ആ വീട്ടിലുണ്ടായിരുന്നു. യജമാനായ മനുഷ്യൻ അദ്ദേഹം തീരുമാനിച്ചു ഈ അടിമകളെ ഒന്ന് വിൽക്കണമെന്ന്. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. ഈ അടിമകളെ വിൽക്കാൻ തീരുമാനിച്ചു. ഇവർക്ക് വലിയ സങ്കടമായി. ഈ അടിമകൾ ഇത്രയും നാൾ അപ്പനും അമ്മയ്ക്കും മോനും ഒരുമിച്ചൊരു വീട്ടിൽ കഴിയാം. അടിമയാണെങ്കിലും കൂലിയൊന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചാണെങ്കിലും തമ്മിൽ കാണാമല്ലോ, മിണ്ടാമല്ലോ, സ്നേഹത്തോടെ വസിക്കാമല്ലോ, ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അവരെ വിൽക്കാൻ പോവുകയാണ്. അവരെ വിൽക്കാനായി ചന്തയിൽ കൊണ്ടുപോയി. ഇവർ 3 പേരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പലർക്കും സഹതാപം തോന്നി. 3 പേരും, ഭർത്താവും കരയുന്നു, ഭാര്യയും കരയുന്നു, മോനും കരയുന്നു. ഏതാനും സമയത്തിനകം പിരിയും. ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോകും. ഒരാൾ തന്നെ എല്ലാവരെയും വാങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ ഒക്കുകയില്ലല്ലോ. ഇനി കാണുമോ ഈ ആയുസിൽ? ഇനി തമ്മിലൊന്ന് കാണുമോ? ഒന്ന് മിണ്ടാനൊക്കുമോ? അവർ അതിസങ്കടത്തോടെ ഏങ്ങലടിച്ച് വിതുമ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വന്നു, വില ചോദിച്ചു. ഈ അപ്പന്, ഈ പുരുഷന് വില ചോദിച്ചു, അടിമയ്ക്ക് വില ചോദിച്ചു. ഇത്ര രൂപ വേണം. കൊടുത്തു. അയാൾ അടിമയെ വാങ്ങിക്കൊണ്ടുപോയി. അയ്യോ, കൂട്ടക്കരച്ചിൽ. ഭാര്യയെയും മകനെയും പിരിഞ്ഞു പോകാൻ ആ അടിമയ്ക്ക് സങ്കടം. പക്ഷേ വില കൊടുത്ത് വാങ്ങിയവൻ്റെ കൂടെ പോകണ്ടേ? അതിസങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വീണ്ടും പുറകോട്ട് നോക്കി തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം കഴിഞ്ഞു വേറൊരാൾ വന്ന് ഈ സ്ത്രീക്ക് വില പറഞ്ഞു.
ഭാര്യയ്ക്ക്. അവൾക്ക് നല്ലൊരു വില പറഞ്ഞു. ആ വില അയാൾ കൊടുത്തു. ആ സ്ത്രീയെ കൊണ്ടുപോവുകയാണ്. ഭർത്താവിനെയും പിരിഞ്ഞു, മോനെയും പിരിഞ്ഞു. ഏങ്ങലടിച്ചുകൊണ്ട് പാവം കണ്ണീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ വേച്ച് പ്രാഞ്ചി ആ യജമാൻ്റെ കൂടെ അവളും പോയി. പിന്നെ വേറൊരാൾ ഈ മോനെയും വാങ്ങിച്ചു. മോനും അത് സങ്കടം സഹിക്കവയ്യ. ഇനി ആയുസ്സിൽ അപ്പനെ കാണുമോ അമ്മയെ കാണുമോ, അതിവേദന. ഈ 3 പേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ കൂടെ പോകുന്നത് കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾക്കൊരു സഹതാപം തോന്നി. അയാൾ ഈ അപ്പനെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളോട് ചോദിച്ചു, എന്നാ തരണം ഇതിന്? ഇത് ഞാൻ കൊടുക്കാൻ വാങ്ങിയതല്ലല്ലോ. അല്ല, ഞാൻ അതിന് വില തരാം, നിങ്ങൾ പറയുന്ന വില തരാം. വലിയൊരു വില പറഞ്ഞു, നല്ലൊരു ലാഭം കിട്ടുന്ന വില. അത് കൊടുത്തു. ആ അടിമയെ വാങ്ങി. ഈ ഭാര്യയെ കൊണ്ടുപോകുന്ന ആളുടെ അടുക്കൽ ചെന്നു, നിങ്ങൾക്ക് എന്നാ വില തരണം? വലിയൊരു വില പറഞ്ഞു. ആ വില കൊടുത്ത ആ അടിമയെയും വാങ്ങി. അല്പനേരം കൊണ്ട് വലിയൊരു ലാഭം കിട്ടിയില്ലേ? അയാൾ ആ ഭാര്യയെയും വിറ്റു. ഈ മനുഷ്യൻ തന്നെ മോനെ വാങ്ങിക്കൊണ്ടുവന്ന ആളുകൾക്ക് വലിയ വില കൊടുത്ത് മോനെയും വാങ്ങി. ഇപ്പോൾ വീണ്ടും സന്തോഷമായി. അപ്പനും അമ്മയ്ക്കും മോനും ഒരുമിച്ച് ഒരു യജമാൻ്റെ കൂടെ താമസിക്കാമല്ലോ, ഒരുമിച്ച് കാണാമല്ലോ. വലിയ സന്തോഷമായി. പുഞ്ചിരിയോടെ അവരിങ്ങനെ യജമാൻ്റെ കൂടെ നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് ചന്തയിൽ നിന്ന് മാറുന്നതിന് മുൻപ് ഇദ്ദേഹം അവിടെ തടഞ്ഞു നിർത്തി. നിൽക്ക്, ഒരു കാര്യം പറയട്ടെ. ഈ യജമാനൻ പറഞ്ഞു, നിങ്ങളെ 3 പേരെയും ഞാൻ വിലയ്ക്ക് വാങ്ങിയില്ലേ? എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നിയത് കൊണ്ടാണ്, നിങ്ങളോട് സ്നേഹം തോന്നിയത് കൊണ്ടാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് 3 പേർക്കും വേണ്ടി ഉള്ള വില ഞാൻ കൊടുത്തല്ലോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയാണ്. ഇനി നിങ്ങൾ ഇനിമേൽ അടിമകളല്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായി പോകാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി എവിടെ വേണമെങ്കിലും ജീവിക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. എൻ്റെ വീട്ടിലേക്ക് വരണമെന്നില്ല, എൻ്റെ വീട്ടിൽ വേല ചെയ്യണമെന്നില്ല, എൻ്റെ കീഴിൽ നിങ്ങൾ ദാസ്യവൃത്തി ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണമെങ്കിലും പോക്കോ. നിങ്ങൾക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മേൽ വേറെ ആർക്കും അവകാശമില്ല. ഞാൻ നിങ്ങൾക്കുള്ള വില കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാനിതാ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, പൊയ്ക്കോളൂ. അയ്യോ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിൽ. അവർ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു വിടല്ലേ, ഞങ്ങൾക്ക് വേറെ എങ്ങും പോകണ്ട. ഞങ്ങൾക്ക് അങ്ങയുടെ അടിമകളായി ഇരിക്കുന്നതായി ഇഷ്ടം. ഞങ്ങൾക്കതാണ് പ്രമോദം. അങ്ങയുടെ അടിമകളായി, അങ്ങ് ഇത്രയും സ്നേഹവാനായ ഒരു യജമാനൻ്റെ, ഇത്രയും മനോഗുണമുള്ള ഒരു യജമാനൻ്റെ അടിമയായി ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് സുഖം. ഞങ്ങൾ അവിടെ അടിമകളായി തന്നെ ഇരുന്നു കൊള്ളാം. ഞങ്ങളെ പറഞ്ഞയക്കല്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? യേശു തമ്പുരാൻ ചെയ്തതാണ്. നമ്മുടെ വില, തൻ്റെ ദിവ്യ ജീവൻ അവിടുന്ന് കാഴ്ചവെച്ചു, അവിടുന്ന് ക്രൂസിലർപ്പിച്ചു. നമ്മെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി, തൻ്റെ തിരുരക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങി, തിരുരക്തമാകുന്ന വില കൊടുത്ത് വാങ്ങി, ദിവ്യജീവനാകുന്ന വില കൊടുത്ത് വാങ്ങി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ബലബന്ധം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യം. നിങ്ങൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർ, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പോകാം. എൻ്റെ ദൈവമേ, കരുണയുള്ള കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ദൈവത്തിന് സ്തോത്രം. നാം എന്ത് പറയും? കർത്താവേ, ഞങ്ങൾക്ക് വേറെ എങ്ങും പോകണ്ട. ഇത്രയും നല്ല യജമാനൻ്റെ അടിമയായി, കൂലി ചിന്തിക്കാത്ത അടിമയായി, യജമാനൻ വല്ലതും തരുമോ എന്ന് നോക്കാത്ത അടിമയായി ഞങ്ങൾ ചേർന്ന് നിന്നുകൊള്ളാം. ഞങ്ങൾ അവിടുത്തെ കൂടെ ജീവിച്ചു കൊള്ളാം. ഞങ്ങൾക്കെന്നും ഈ സ്നേഹവാനായ യജമാനൻ്റെ ഓമന മുഖം കണ്ടുകൊണ്ടിരുന്നാൽ മതി. ആ സ്നേഹം നിറഞ്ഞ മുഖം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ആ സ്നേഹോഷ്മളമായ വാക്കുകൾ ഞങ്ങൾക്ക് കേട്ടുകൊണ്ടിരുന്നാൽ മതി. ആ നല്ല ശബ്ദം കേട്ട് ഞങ്ങളുടെ ദിനരാത്രങ്ങൾ കുളിർപ്പിച്ചാൽ മതി. ദൈവമക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിമത്വത്തിൽ വരുന്നത് നല്ലതാണെന്ന്? സഹോദരങ്ങളെ, 17-ാമത്തെ വയസ്സിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം യേശുവിൻ്റെ അടിമത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. യേശുവിൻ്റെ അടിമയാകാൻ ഈ ജീവിതം വിട്ടുകൊടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ആയുസ് യേശുവിന് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ തകർന്നു പോയ ജീവിതം, പാപം ബന്ധിച്ചു കളഞ്ഞ ജീവിതം, ശത്രുവായ പിശാച് ബന്ധിച്ചു കളഞ്ഞ ജീവിതം, പൈശാചിക ശക്തി ഹിംസിച്ചു കളഞ്ഞ ജീവിതം, ദുഷ്ടനായ സാത്താൻ പന്താടിയ ജീവിതം ഉടയവന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാജാധിരാജന്റെ അരിമകരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിക്കാൻ കൊള്ളാകുന്നവനെന്ന് തോന്നുന്നെങ്കിൽ, പിറകെ പോകാൻ യോഗ്യനെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അവന്റെ പിറകെ പോയി അവന്റെ അടിമത്തത്തിൽ കഴിയുന്നത് ഭാഗ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ചു കൊടുക്കാം. ആർക്കെല്ലാം ഇപ്പോൾ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ നഷ്ടമല്ല. അവന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നഷ്ടമല്ല മകനെ. യേശുവിനെ ഏൽപ്പിച്ചാൽ മകളെ നഷ്ടമല്ല. നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിന്റെ പാപം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ, നരകം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ഇതാ
നിത്യശൂന്യത മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ, നിത്യദണ്ഡനം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. പൈശാചികന്റെ കൂട്ടുകെട്ടാണ് നിനക്ക് നഷ്ടപ്പെടുന്നത്. നിനക്ക് കിട്ടുന്നതോ സ്വർഗീയ സേനകളുടെ സഹിത്വം കിട്ടും, വിശുദ്ധന്മാരുടെ സംസർഗം കിട്ടും, ജീവനുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം കിട്ടും, പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും, ആത്മാവിന്റെ അഭിഷേകം കിട്ടും, പരിശുദ്ധാത്മാവിന്റെ തേജസ് കിട്ടും, പരിശുദ്ധാത്മാവ് നൽകുന്ന രോഗസൗഖ്യം കിട്ടും, പരിശുദ്ധാത്മാവ് തരുന്ന പാപവിമോചനം കിട്ടും, പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യം കിട്ടും. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ആർക്കെല്ലാം യേശുവിനെ വേണം, യേശുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ആരെല്ലാം ഇപ്പോൾ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യേശു ഇത് കരം നീട്ടി നിൽക്കുന്നു. ആ തൃക്കരങ്ങളെ നിങ്ങളൊന്ന് കാണൂ, ആ ആണിപ്പാടുള്ള കരങ്ങളെ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ ചങ്ക് തകരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിൽ യേശുവിനെ തൃക്കരം നീട്ടിയിരിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് കെഞ്ചിക്കൊണ്ട് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ വെറും കൈയായി പറഞ്ഞു വിടല്ല പ്രിയരെ. അവൻ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. അവൻ യാതൊരു പോലെ കെഞ്ചുന്ന ഈ സമയത്ത് അവനെ നിങ്ങൾ വിട്ടുകളയല്ലേ. നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമ. എനിക്ക് ആ മധുരതരമായ സ്വാതന്ത്ര്യം, ആ മധുരതരമായ അടിമത്വം, അതാണ് എനിക്ക് വേണ്ടത്. ദൈവമേ, നിന്റെ അടിമയായിരിക്കുന്നത് അത് ശ്രേഷ്ഠമായ സ്വാതന്ത്ര്യമാണ്. അത് കൂച്ചുവിലങ്ങല്ല, അത് നിയന്ത്രണങ്ങളല്ല. അത് എൻ്റെ ജീവിതത്തിൽ നീ തരുന്ന നന്മകളാണ്. എന്നെ നയിക്കാൻ ഒരുവൻ, എന്നെ നടത്താൻ ഒരുവൻ, എന്നെ ഭരിക്കാൻ ഒരുവൻ, എന്നെ ശാസിക്കാൻ ഒരുവൻ, എനിക്ക് ശിക്ഷണം തരാൻ ഒരുവൻ, എന്നെ നടത്തിക്കൊണ്ടുപോകാൻ ഒരുവൻ. എന്ത് എത്രയോ ശ്രേഷ്ഠമായ ജീവിതം ഉടയവനെ നിന്റെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. ആരെല്ലാം ഇപ്പോൾ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിശ്ചയമായി നിങ്ങളുടെ പാപം നിന്നെ കണ്ടെത്തും. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. വേട്ടയാടുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് വിടുവിക്കുക മാത്രമല്ല, അവൻ്റെ ബലമുള്ള ഭുജത്തിൽ നിന്നെ താങ്ങും. പ്രിയനെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവൻ്റെ ബലമുള്ള ഭുജത്തിൽ നിന്നെ താങ്ങും. അവൻ നിന്നെ നടത്താൻ തുടങ്ങും. അവൻ നിന്നെ കാക്കാൻ തുടങ്ങും. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഗോർസോ സർപ്പത്തെയും ഹർമോനോ സർപ്പത്തെയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. ഒരു ബാധയും നിന്നോട് അടുക്കുകയില്ല, ഒരു ശത്രു നിന്നെ ആക്രമിക്കുകയില്ല, ഒരു ശത്രുബാധയും നിന്നെ സമീപിക്കുകയില്ല. ദൈവ പൈതലേ, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഉറങ്ങാതെയും മയങ്ങാതെയും നിന്നെ കാവൽ ചെയ്യുന്ന നിത്യോന്നതനായ തേജോമയനായ യേശുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിന്റെ ഭാവി നീ ഏൽപ്പിച്ചു കൊടുക്കൂ. മകനെ, വൈകണ്ട, മകളെ, താമസിക്കണ്ട. നിന്റെ ജീവിതത്തെ രത്നമാക്കി അവൻ തരും. നിന്റെ ജീവിതത്തെ തനി തങ്കമാക്കി അവൻ തരും. നിന്റെ ജീവിതത്തെ ശോഭായമാനമാക്കി തരും. നിന്റെ ജീവിതത്തെ തേജോമയമാക്കി തരും. നിന്റെ ജീവിതത്തിൽ ശോഭനമായ നല്ല നാളെയിലേക്ക്, നിന്നെ ഐശ്വര്യ സമൃദ്ധിയിലേക്ക് നയിക്കും. മാത്രമല്ല, നിത്യജീവന്റെ ഉറപ്പ് നിനക്ക് ലഭിക്കും. സ്വർഗരാജ്യത്തിന്റെ അവകാശം നിനക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിന്റെ സഹിത്വം നിനക്കുണ്ടാകും. വിശുദ്ധന്മാരുടെ സംസർഗം നിനക്കുണ്ടാകും. സ്വർഗീയ മാലാഖമാർക്ക് നീ പരിചിതനാകും. സ്വർഗത്തിൽ നീ പ്രസിദ്ധനാകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനെ, അൻപുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ അത്ഭുത കൃപ ഓരോരുത്തരുടെ ശിരസിന്മേലും പകരണമേ. ശുദ്ധാത്മാവേ, ശക്തിയേറിയ ആത്മവ്യാപാരത്താൽ എല്ലാവരെയും ഉണർത്തണമേ, ശക്തി പകരണമേ, ബലം പ്രദാനം ചെയ്യണമേ, തീ കത്തണമേ. എൻ്റെ നാഥ, ഓരോരുത്തരുടെയും ശരീരത്തിലൂടെ തീജ്വാല പടർന്നൊഴുകണമേ. നാഥ, തീപ്പൊരി ചിതറിത്തെറിക്കണമേ. തീപ്പൊരി ഏൽക്കാതെ ആരെയും എഴുന്നേൽപ്പിക്കല്ലേ. തീജ്വാല ഏൽക്കാതെ ആരെയും എഴുന്നേൽപ്പിക്കല്ലേ. ധ്യാനത്തിങ്കൾ ചൂടുപിടിക്കാതെ ആരെയും എഴുന്നേൽപ്പിക്കല്ലേ. ധ്യാനത്തിങ്കൾ തീ കത്താതെ ആരെയും എഴുന്നേൽപ്പിക്കല്ലേ. എല്ലാവരുടെയും രോഗബാധകൾ മാറ്റണമേ. ഈ വാക്കുകളെ കേൾക്കുകയും തിരുവചനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് രോഗസൗഖ്യം നൽകണമേ. അത്ഭുത രോഗശാന്തി നൽകണമേ. പാവബന്ധനം അഴിക്കണമേ. ബിസിനസിന്റെ പരാജയങ്ങൾ മാറ്റണമേ. കടബാധ്യതകൾക്ക് ഒരു പൊതി തരണമേ. കുടുംബത്തിൽ സമാധാനം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.